ഓം നമ ശിവായ. ഇവിടെ സേവ് ചെയ്യും. അത് വെച്ച് ഞാൻ പലതും നേടും. ഇവിടെ നേടിയത് എൻ്റെ സമ്പാദ്യത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഞാനതിന് പുറത്തു പോകണം. എനിക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിൻ്റെ പേരാ ശരയോഗത്തിൻ്റെ സമാധി യോഗം. ബാക്കി എല്ലാ യോഗവിദ്യകളും പറയുന്നത് എവിടെയോ ഒരു മോക്ഷം കിട്ടും. എവിടെയാണ് മോക്ഷം കിട്ടുന്നത് എന്നിട്ട് എനിക്കറിയില്ല. കാരണം എല്ലാത്തിലും മോക്ഷവിദ്യ പറയുന്നുണ്ട്. അനുഭവിച്ചവരെത്ര പേരാ അങ്ങേക്ക് തന്നെ അറിയാം. എത്രയോ മഹാന്മാരായ ഗുരുക്കന്മാർ ഭൂമിയിൽ ജീവിച്ചിരുന്നു. ഒരു അഗസ്ത്യറിന് ശേഷം ഒരു ശിഷ്യരുണ്ടോ? ഒരു അഗസ്ത്യർ വന്നോ? ഇല്ല. ബാബാജിക്ക് ശിഷ്യന്മാർ ഒരുപാട് വന്നു. ബാബാജിയുടെ എത്ര ശിഷ്യന്മാർ ബാബാജി പോലെ ആയി. അപ്പോൾ പ്രോപ്പർ റൂൾസ് ആരും എന്ത് ചെയ്യുന്നില്ല, പാലിക്കുന്നില്ല. ചുമ്മാ ഇതൊരു ശിഷ്യ പരമ്പര പോലെ ഇങ്ങനെ ഓട്ടിക്കുന്നതല്ലാതെ ആർക്കും അതിൻ്റേതായ വഴികൾ കിട്ടുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ വഴികൾ അറിയാൻ നമുക്ക് എളുപ്പമാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൽ ശ്വാസം ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് ജീവിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ കഥ. ഇനി വേറെ ഒരിടത്തും പോകണ്ട. അപ്പോൾ മൂക്കിലെ ശ്വാസത്തെ എങ്ങനെ നിർത്തണം? അപ്പോൾ മനസ്സ് നിൽക്കും. അതാണ് നേരത്തെ പറഞ്ഞു, മനം എങ്കുണ്ടോ അങ്ങ് വായു ഉണ്ട്, വായു എങ്കുണ്ടോ അങ്ങ് മനസ്സുണ്ട്. മനസ്സിനെയും വായുവിനെയും കണക്ട് ചെയ്യാൻ പഠിക്കണം. യോഗം എന്ന് പറയുന്നത് കൂടിച്ചേരൽ, യൂജ് എന്ന വാക്കിൽ നിന്നും കണ്ടുപിടിച്ചെന്നൊക്കെ പറയും. പക്ഷെ യോഗ അല്ലെങ്കിൽ യോഗം എന്നാൽ കൂടിച്ചേരൽ. ആരോട്? ജീവാത്മാവ് പരമാത്മാവെന്നൊക്കെ നമ്മൾ പറയുന്നത് ഇതാ. അപ്പോൾ ജീവാത്മാവും പരമാത്മാവും അറിഞ്ഞുകൂടാത്തവർ ഈ ജീവനും പരമാത്മാവും എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം? ശരിയല്ലേ? ആദ്യം നമ്മളിരിക്കുന്ന രണ്ട് കാണും. ഒന്ന് പരമമായ ആത്മാവ്, പുറത്തു വരുന്ന ശ്വാസം, ജീവനായ ആത്മാവ് ഞാൻ. പോരെ? അപ്പോൾ പരമമായ ആത്മാവ് എന്ന് പറയുന്ന പുറത്തിരിക്കുന്ന ശ്വാസത്തെ ജീവനായ ആത്മാവുമായിട്ട് ലയിപ്പിക്കാൻ പഠിക്കണ്ടേ? ഇതെല്ലാം നിങ്ങൾ എങ്ങോട്ടാണ് ഈ കാണാമറയത്ത് തേടണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ശ്വാസത്തെ ആദ്യം, ഇതാണല്ലോ ദൈവം നമുക്ക് തരുന്നു എന്ന് പറയുന്നത്. ആ ശ്വാസത്തെ എടുത്ത് എൻ്റെ ഉള്ളിൽ ലയിപ്പിക്കാൻ പഠിക്കണം ആദ്യം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ട, അപ്പോൾ എന്നെ കാണുന്ന പ്രേക്ഷകരും ചെയ്തോട്ടെ, ആദ്യം ചെയ്യേണ്ട ഒരൊറ്റ ശ്വാസമേ ഉള്ളൂ. ഒരു കാര്യം, ഒരു ശ്വാസം എടുത്ത് നമ്മൾ 1 മിനിറ്റ് നേരം കൂടി ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് ശ്രദ്ധിക്കാൻ ചിലപ്പോൾ ആദ്യമുള്ളവർക്ക് പറ്റില്ല. സെക്കൻഡ് എടുത്തോ. അതായത് ഇടത് നാസിക, മൂക്ക് വലത് നാസിക അടച്ചു പിടിച്ചിട്ട് ഇടത് നാസികയിൽ ശ്വാസം എടുത്ത് നേരെ ഈ കോർണർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചുമ്മാ ഇരിക്കും. ഈ ശ്വാസം അവിടെ മൂവ് ആവുമെന്ന് അറിയാൻ പറ്റും. വിടണമെന്ന് തോന്നുമ്പോൾ വിട്ടോ. ഏത് മൂക്കിലെന്ന് നോക്കണ്ട, ഏത് മൂക്കിലൂടെ ശ്വാസം പോട്ടെ. അപ്പോൾ എടുക്കുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പഠിച്ചാൽ മൈൻഡ് അവിടെ നിശ്ചലമായി. അപ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മുടെ ഒരു കുതിരയാണ്. മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന അങ്ങനെയുള്ള 4 കുതിരകൾ, മനസ്സിൻ്റെ 4 കുതിരകളാണ്. ഈ 4 കുതിരകളും കൂടെ ഒരുമിച്ച് ഓടുന്നത് ഒരു യുദ്ധം ചെയ്യാനാണ്. അതിലിരിക്കുന്നത് ആരെന്നറിയാമോ? ധനഞ്ജയൻ എന്ന ഞാനും എന്നെ നയിക്കുന്ന പ്രാണനും. ഇത്രയും പേരാ ഒരു മനസ്സിൽ ട്രാവൽ ചെയ്യുന്നത്. ഇത് തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ കഥയായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണൻ ധനഞ്ജയ എന്ന വാക്കിൽ വിളിക്കുന്നത്. അതിൽ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ഞാനാണെല്ലാം. ഞാൻ ഒരാളുടെയൊക്കെ ചോദിച്ച ചോദ്യമാണ്, പക്ഷികളിൽ ഗരുഡൻ ഞാനാകുന്നു കൃഷ്ണൻ. ഞാൻ കേട്ട് കൃഷ്ണൻ ഗരുഡനാണ്. മത്സ്യങ്ങളിൽ മകരം ഞാനാകുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു പോകുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും ഗൗരവമേറിയത്, ഏറ്റവും ഉയർന്നതുമെല്ലാം ഞാനാണെന്ന തോന്നൽ നമുക്ക് വേണം. എങ്കിലേ വിജയിക്കാൻ പറ്റൂ. നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്ന് നേരെ തിരിച്ചാ, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ, ഞാൻ ഒന്നിനും കഴിവില്ലാത്തവനെന്നല്ലേ ചിന്തിക്കുന്നത്. ഇത് മാറ്റണം. അപ്പോൾ എല്ലാത്തിലും ശ്രേഷ്ഠമായത് എന്തോ അത് ഞാനാണെന്ന് കാണും. അപ്പോഴാണ് നീ ദൈവമാകുന്നത്. ഇത് അടുത്തവരെ മുമ്പ് പോയി കാണിക്കാനല്ല, സ്വയം നമുക്ക് വരണം. അപ്പോഴാ അർജുനൻ പറയുന്നത്, എനിക്ക് യുദ്ധക്കളത്തിൽ മനസ്സിന് തലങ്ങൾ അറിയാമല്ലോ അല്ലേ? ഈ മനം, ബുദ്ധി, ചിത്തം, അഹങ്കാരം പോകെ മനസ്സിനൊരു 108 തലങ്ങളുണ്ട്. അറിയില്ല. ആ 108 തലങ്ങളിലേക്ക്, അതിനെ ആ കൗരവറിൽ ആള് തികയാതെ ആ കഥയിൽ കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. കൗരവറിൽ 101 പേരേ ഉള്ളൂ.
അപ്പോൾ ആ കഥയിൽ അത് വെച്ചിട്ട് 101 വെച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ ഈ മനസ്സിൻ്റെ പോട്ട് 101 തലങ്ങളെങ്കിലും മനസ്സിനുണ്ടെങ്കിൽ ഈ 108 തലങ്ങളോടുകൂടി മത്സരിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ഈ തലങ്ങൾ കുറച്ചെങ്കിലും ഒന്ന് പറയാമോ ഏതൊക്കെയാണെന്നുള്ളത്? അതായത് നമുക്ക് ഒന്ന് പറയാം. ഒന്ന് വിജ്ഞാനം, ഫസ്റ്റ് ജ്ഞാന, വിജ്ഞാന, കർമ്മേതി എന്ന ജ്ഞാനത്തെ വിജ്ഞാനമാക്കി അതിനെ കർമ്മത്തിൽ കൊണ്ടുപോയി അതിനെ അനുഭവിപ്പിക്കുക. അതിൽ സുഖദുഃഖങ്ങളെ താരതമ്യം ചെയ്യുക. ആ സുഖത്തെ എടുക്കുക, ദുഃഖത്തെ പുറത്തേക്ക് കളയുക. ദുഃഖം പോകുമ്പോൾ അതിലൂടെ ഒരു കർമ്മം വരും. ആ ദുഃഖം പോകുന്ന കർമ്മത്തെ സുഖമാക്കി മാറ്റുക. ഇങ്ങനെ മനസ്സിനോരോ ഇതെല്ലാം നമുക്ക് ബേഡാ. അപ്പോൾ ഈ ബേഡായ കർമ്മങ്ങളെ, നമുക്ക് ദോഷം ചെയ്യുന്ന കർമ്മങ്ങളാണ്. ഈ ദോഷം ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? സുഖമാക്കണ്ടേ? അപ്പോൾ ദോഷത്തെ എല്ലാം അതിൽ കളയാനാ പറഞ്ഞത്. അല്ലാതെ അമ്മാവനെ വെട്ടിക്കൊല്ലുന്നെന്നാണ് നമ്മൾ കഥയിൽ പഠിക്കുന്നത്. അമ്മാവൻ്റെ ദുഷ്ടതയാ കളയാൻ പറയുന്നത്. അപ്പോൾ നമ്മളിൽ ഓരോന്നിലും, ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, പാവയ്ക്ക കഴിച്ചാൽ കഴിക്കും അല്ലേ? മനസ്സിനറിയാം പാവയ്ക്ക നമ്മളെ കൊണ്ട് തീറ്റിക്കും. പാവയ്ക്ക രുചിയാണെന്ന് നമ്മൾ തിന്ന് മാറ്റി പഠിക്കണം. മനസ്സിലായോ? കയ്പ് പോണ്ടേ? അപ്പോൾ മനസ്സ് ഇനി എന്ത് ചെയ്യില്ല? ആ പ്രവൃത്തി ചെയ്യില്ല. ഒരാളെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു, പാവയ്ക്കയിലെ കയ്പെടുത്ത് കളഞ്ഞിട്ട് ഞാൻ കഴിച്ചു തുടങ്ങിയാൽ നിങ്ങൾക്ക് പാവയ്ക്ക പിന്നെ വേണ്ട എന്ന് തോന്നും. ഇല്ല, വേണമെന്ന് തോന്നും. കാര്യം എന്താ? പാവയ്ക്കയിൽ എന്തില്ല? കയ്പില്ല. അതിനെയാ പറഞ്ഞിരിക്കണം, ദുഷ്ടനെയും സ്നേഹിക്കാൻ പഠിക്കുക. അവൻ്റെ ദുഷ്ടത കളഞ്ഞാൽ പോരെ. ഇങ്ങനെ മനസ്സിനെ പഠിപ്പിക്കുന്ന ഒരു യുദ്ധപ്രക്രിയ ധനഞ്ജയനെ പഠിപ്പിച്ചു കൊടുക്കുന്നു. നമ്മൾ മനസ്സിനെ ഇപ്പോഴും എന്ത് ചെയ്ത് വെച്ചിട്ടില്ല? ഉപയോഗിക്കാൻ അറിയില്ല, സത്യം പറഞ്ഞു. അപ്പോൾ ഒരു സംശയം, ഈ ദശപ്രാണന്മാരിൽ ഈ ധനഞ്ജയന് മാത്രം അങ്ങനെ പ്രാധാന്യം കൊടുക്കാനും അർജുനൻ ആ പേര് വരാനുള്ള, ഞാൻ അതിനെക്കുറിച്ചാണ് ആലോചിച്ചത്. അതായത് നല്ല കാര്യം. അതായത് അർജുനൻ ആ പേര് വരാനുള്ള കാര്യം, ധനഞ്ജയന ഫസ്റ്റ് ഒരു മനുഷ്യ ജന്മം എടുക്കുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ആദ്യം പിരിയുന്നത് പ്രാണൻ. ഫസ്റ്റ് പ്രാണൻ പിരിയാറാകുമ്പോൾ രുദ്രനെയും കൊണ്ടേ പോവുള്ളൂ. അപ്പോൾ ഇത് പോയി, പ്രാണൻ പോയി, അതിൻ്റെ ബാക്കിൽ നിന്ന് അപാനൻ പോയി, കമ്പിളി പിന്നടുത്ത് വ്യാനൻ പോകും. ഇങ്ങനെ ഓരോരുത്തർ ട്രാവൽ ചെയ്യും. ഈ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നിൽക്കുന്നവൻ ഈ ശരീരത്തെ ഉണ്ടാക്കിയവൻ, അവൻ്റെ പേര് ധനഞ്ജയൻ. അപ്പോൾ ഈ ധനഞ്ജയൻ ആലോചിക്കും, ഞാനിനി ആർക്ക് വേണ്ടി അവിടെ വെച്ചുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തെ, അതുകൊണ്ട് ഇതെല്ലാം നശിപ്പിക്കാൻ തയ്യാറാവും. നശിപ്പിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഏതാണ് കഥയിലും ദശരഥ എന്ന് പറയുന്നത് 10 രഥങ്ങൾ അല്ലേ? ദശരഥൻ്റെ പുത്രൻ രാമൻ. ആരാ? അതും ധനഞ്ജയനാണ്. അപ്പോൾ 10 രഥങ്ങളെന്ന ഈ വായുക്കളിൽ ഏറ്റവും പ്രധാനമായി ഓടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശക്തിയാണ് ധനഞ്ജയൻ. അതായത് ആദ്യം നമ്മുടെ ഉള്ളിലൊരു വായുക്കൾ ഓടി പിരിഞ്ഞു വരുന്നതിൽ നിന്നാണ് ഈ 10 പിരിയുന്നത് തന്നെ. അതിലൊരാൾ ധനഞ്ജയൻ. ആ ധനഞ്ജയനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും ധനഞ്ജയന് ഉപയോഗമുണ്ടോ? അവൻ്റെ പേരാണ് നമ്മൾ ജീവൻ എന്ന് പറയുന്നത്. നമ്മളെല്ലാം പറഞ്ഞ ജീവാത്മാവ്. ഇതിന് ഈ കുണ്ടലിനി ശക്തി ഉണരുക എന്ന് പറഞ്ഞാൽ ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സംശയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പലപ്പോഴും നമ്മൾ പല കോണ്ടക്സ്റ്റുകളിൽ പലരും പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ ജീവൻ, ആത്മാവ്, പ്രാണൻ, ഇത് 3 ഒന്നാണെന്ന് പറയുന്നവരുണ്ട്, പലതാണെന്ന് പറയുന്നവരുണ്ട്. ശരിക്കും അത് എന്താണ് അതിൻ്റെ ഒരു സംഗതി? നല്ല ചോദ്യമാണ്. അണ്ടത്തിൽ നിന്നും പിരിഞ്ഞത് ഓങ്കാരം 3. അതിനെങ്ങനെയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? 3 ഒന്നല്ലേ? രുദ്രനും വിഷ്ണുവും ബ്രഹ്മാവും ഒന്നാ, മാറ്റമില്ല. ഇത് തന്നെ ഇതും. അതായത് പരബ്രഹ്മം എന്ന് പറയുന്നത് ജീവബ്രഹ്മം, അതായത് ജീവാത്മാവ് എന്നും, ഈ ജീവാത്മാവും പരബ്രഹ്മ ആത്മാവിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, 2 ആത്മാക്കളെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിടയിൽ നിൽക്കുന്നത് പ്രാണൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പേര് കേട്ടിരിക്കും, പശുപതി നാഥ്. എന്താ പശുപതി നാഥ് എന്നറിഞ്ഞാൽ അറിയാമോ? പശു എന്നാൽ ജീവൻ, പതി എന്നാൽ രുദ്രൻ, നാഥ് എന്നാൽ ബന്ധിക്കുന്ന ചരട്, സംരക്ഷകൻ. അപ്പോൾ പതി എന്ന ദൈവത്തെ ഒരു ചരടിട്ട്, സുഷുമ്ന എന്ന ചരടിട്ട് ധനഞ്ജയനെ താഴെ ജീവനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കെട്ടിയിട്ടിരിക്കുന്ന ജീവൻ ആട്ടിക്കൊണ്ടിരിക്കണവൻ്റെ പേരാ നാഥൻ. നമ്മൾ ആടിക്കൊണ്ടായിരിക്കണം, നമ്മുടെ ജീവിതം ആട്ടത്തിലാണ്. ഈ ആട്ടത്തെ നിർത്ത്. അതിനെ ഞാൻ നിർത്താൻ പറഞ്ഞല്ല, മനസ്സ് നിർത്താനല്ല. ഇവിടെ ഒരു പ്രകാശം, ഒരു ദീപം ഇങ്ങനെ ആടിക്കൊണ്ടിരിപ്പുണ്ട്. ആരൊരുത്തൻ ശ്വാസത്തെ കൺട്രോൾ ചെയ്ത് ഈ ആട്ടത്തെ നിർത്തുന്നുവോ അവനാ യോഗി.
അതെ അതെ. ഇത് ആടിക്കൊണ്ടിരുന്ന ഈ ശ്വാസം പൊയ്ക്കൊണ്ടിരിക്കും. ഈ ചലനമാണ്. ഇതാണ് ബയോളജിക്കൽ റിതം എന്ന് പറയുന്ന പോലെ നമ്മുടെ ബോഡിക്കൊരു റിതമുണ്ട്. ആ റിതം, ആ ക്ലോക്ക്, അതാണ് നമ്മൾ നേരത്തെ ഈ സോഹം സോഹം എന്ന് പറഞ്ഞ താളം. ഇത് ഈ താളം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഈ ആട്ടത്തെ നിർത്തണം. അത് നമ്മുടെ പഴയ പെൻഡുലം ക്ലോക്ക് കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. അത് തന്നെ. അപ്പോൾ ആടെ സെക്കൻഡ് പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, ഒരാട്ടത്തിൽ ശ്വാസം പൊയ്ക്കൊണ്ടിരിക്കും. ആ പാട്ടത്തെ നിർത്തി പഠിച്ചാൽ ശ്വാസവും നിന്ന് പഠിക്കും. അപ്പം ഇതിനെയാണ് പറയുന്നത് എരിന്ത് കൊണ്ട്, അതായത് മേടയിൽ എരിയും വിളക്കതനെ അസയാമൽ നിർത്ത് അവൻ യോഗി. മേടയിൽ ഇതിനകത്ത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഖുർആൻ എടുത്ത് അതിനകത്ത് പറയും 4 അടച്ചിട്ട ചുമരുകൾക്കകത്ത് പ്രകാശരൂപമായി ഇരിക്കുന്നതാണ് അള്ളാഹു അല്ലെങ്കിൽ ദൈവം. ബൈബിളിൽ പറയും ദേവൻ ഒളിയായിരിക്കുന്നു, പ്രകാശമായിരിക്കുന്നു. നമ്മളെ ആളുകളും എല്ലാവരും പറയും അത് പരബ്രഹ്മ സ്വരൂപം പ്രകാശരൂപേണ ഇരിക്കുന്നു. ആയിക്കോട്ടെ. അപ്പം ഈ രൂപത്തെ, അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ, രൂപത്തെ ആടാതെ നിർത്തിയ ഈ ആട്ടമാ നൃത്തമെന്ന് പറയുന്നു. ഒരാളിവിടെ ഒരു നൃത്തമുണ്ട്, ഇതിൻ്റെ പേര് അറിയാമോ എന്താണെന്ന്? തില്ലൈ, ചിദംബരം, നടരാജ. ഇത് ആടിക്കൊണ്ടിരിക്കണം. അതാണ് ലപ് ടപ് ലപ് ടപ് ഇങ്ങനെ, അതായത് വിട്ടു പിടിച്ചു ഇത് പിടിച്ചോണ്ടിരിക്കും. നമ്മളെ പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് ഇടുന്നു. ലാസ്റ്റ് ഒരു ലാക്കാക്കും, ഒന്നീ വരാതിരിക്കും, അല്ലെങ്കിൽ ഉള്ളിൽ നിർത്തും. ഇത് രണ്ടും ചെയ്താൽ നമ്മൾ പോയി. അപ്പോൾ നമുക്ക് 3 പേരും നമുക്ക് അത്യാവശ്യം, ആരെയും മാറ്റാൻ പറ്റില്ല. അപ്പോൾ ബ്രഹ്മാവ് വേണ്ടാന്ന് പറയാൻ പറ്റില്ല, വിഷ്ണു വേണ്ടാന്ന് പറയാൻ പറ്റില്ല, ശിവ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. ഈ 3 പേരും നമ്മളാണെന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അതിന് നമ്മളെ നയിക്കുന്ന ഏറ്റവും ടോപ്പ് സാധനമാണ് ശരം. ഞാൻ ബ്രഹ്മമാകുന്നു എന്ന തോന്നൽ വരണം. ഞാനാണ് ഈ ധനഞ്ജയനെന്ന്. ഇപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് പോയിട്ട് ഞാൻ കുഞ്ഞായി പരിണമിക്കാൻ നേരത്തെ എനിക്ക് കിട്ടുന്നത് ഒരു പിടി മണ്ണാണ്, ഒരണ്ടമ. കോടാനുകോടി പേര് മത്സരിച്ചു. അതിൽ പോയിട്ട് ഞാൻ കുത്തിക്കയറി എൻ്റെ വാല് മുറിച്ച് കളഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ഈ ശരീരത്തെ ഉണ്ടാക്കി. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞ കഥയുമായിട്ട് കണക്റ്റ് ആക്കുന്നത്, അന്ധകാരം ശൂന്യം, ഇരുണ്ടിരിക്കുന്നു. ഇതിനകത്ത് ഞാൻ പ്രവേശിച്ച ഉടനെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പോയെന്ന് ജീവനാ. ആ അണ്ടത്തെ പിളർന്ന് ജീവനും ശക്തിയും രണ്ടും കൂടെ ചേർന്നിട്ട് ത്രിമൂർത്തി ഭാവത്തെ ഉണ്ടാക്കും. അതായത് 1 റിങ് 2 റിങ് 3ാമത്തെ സെല്ല്. അപ്പോൾ 2 2 3 4 എന്തായി? 2 ചേർന്ന് ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കി ഒറ്റയടിക്ക് 4 ആക്കും. അതാദ്യം ഉണ്ടാകുന്നത് ഹൃദയത്തിനുണ്ടാകുന്ന 4 അറകളോട് കൂടിയ ഒരു സാധനം. അതിൽ നിന്ന് നേരെ കണക്ട് ചെയ്യും അച്ഛൻ്റെ അറിവ് ഉണ്ടാക്കിയിട്ട് ബ്രെയിന് തിരിച്ച് നേരെ അത് വെച്ച് ശരീരത്തെ ഉണ്ടാക്കും. അപ്പോൾ അമ്മയിൽ നിന്നും ഹൃദയം, അച്ഛനിൽ നിന്നും അറിവ്, ഗുരുവിൽ നിന്നും ജ്ഞാനം, അതിലൂടെ നിങ്ങൾ ദൈവം. ഇപ്പോൾ ഗുരുകുല വിദ്യയില്ല, അതുകൊണ്ട് എന്തില്ല? വിജ്ഞാനവും ഇല്ല. ഇപ്പോൾ എന്ത് പറഞ്ഞാൽ പുസ്തകത്തിൽ മാത്രം പഠിക്കുന്ന അറിവേ ഉള്ളൂ, എക്സ്പെരിമെൻ്റൽ അറിവില്ല. കാരണം ഇപ്പോൾ നമ്മളെടുക്ക വരുന്ന ഇപ്പോൾ ക്ലാസ്സിന് പഠിക്കുന്ന ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അവർ തന്നെ അന്തം വിട്ടായിരിക്കുന്നത്. കാരണം അവർ പഠിച്ചിരിക്കുന്ന തിയറിയുമായിട്ട് ചിലതൊക്കെ മാച്ച് ആവുന്നത് ഈ കഥയിലാണ്. അതിവർ തേടി നടക്കുക എവിടെ കിട്ടുമെന്ന്. അപ്പോൾ ലൈഫ് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യൻ്റെ ഇടയ്ക്കും ഞാൻ പറയും, ഞാൻ കുട്ടിക്കാലത്ത് ഇതിനൊക്കെ ഇറങ്ങി തിരിച്ച് ഇതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ആലോചിച്ചതാ, ഞാൻ എന്തിനാ ഈ വേഷം കെട്ടി നടക്കുന്നത്? അനുഭവിക്കേണ്ടത് ഒരുപാടുണ്ട്. അതല്ലാതെ അനുഭവിക്കാതെ ഇതൊക്കെ പോയിട്ട് ഞാൻ വലിയ സ്വാമി എന്നിരുന്നിട്ട് എന്ത് കാര്യമോ? അറിയണ്ടേ? ഒരാളിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു സ്വാമി ഇന്നതെന്താ, എനിക്ക് ഉത്തരം തന്നില്ലെങ്കിൽ ഞാൻ സ്വാമിയല്ല. അപ്പം അതാദ്യം പഠിക്കണം. ഈ ഭൗതികതയിൽ എന്ത് നേട്ടം അറിയണ്ടേ? ഭൗതികതയിലേ നേട്ടമുള്ളൂ. അതാണ് നേട്ടം. ഭൗതികതയിൽ എന്ത് നേട്ടം? ഇതെന്തിനാണ് ഭൗതികത? അതായത് ഭൗതികത എന്നത് ഈ പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ നമ്മൾ നിലനിൽക്കണം. പ്രപഞ്ചം നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മുടെ ആവശ്യം. ജീവജാലങ്ങൾ വേണ്ടേ? എന്തിനാണത് എന്നുള്ളതാണ് ഞാനത് ചോദിച്ചു വരുന്നത്. ഇപ്പം നമ്മൾ എല്ലാം ഒടുവിൽ ഒന്നിൽ ഒതുങ്ങുന്നു, അല്ലെങ്കിൽ എല്ലാം ശൂന്യതയിലേക്ക് പോകുന്നു, പോയിട്ട് വീണ്ടും വരുന്നു. ഇതിൻ്റെ ഒരു ചാക്രികമായൊരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന
ഒട്ടുമിക്ക ആൾക്കാരോടും എനിക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം ചോദിക്കുന്നു എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവരും ചോദിക്കുന്നു എന്തിനാണെന്നൊരു പിടിയില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആത്യന്തികമായിട്ട് ഇപ്പോൾ നാളെ നമുക്കുണ്ടാകുമോ, മറ്റന്നാൾ ഉണ്ടാകുമോ? അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്ത ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഈ കർമ്മങ്ങളെല്ലാം തിരിച്ച് ശരങ്ങളായിട്ട് എനിക്ക് തന്നെ വരും, പക്ഷേ മറ്റൊന്നിനും ഉപയോഗമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന പല പ്രവൃത്തികളും മറ്റു പലർക്കും ഗുണമായും ദോഷമായിട്ടും വരുന്നു. അപ്പോൾ അവിടെ ആ ഒരു കർമ്മയുടേതായ കണക്ഷൻസും വരുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുമ്പോൾ ഇത് എന്തിനാണ്, വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദിസ് ക്രിയേഷൻ? അതെ, അതായത് ഈ ഭൂമി ഉണ്ടാക്കപ്പെട്ടതാണ് ചോദ്യം ഒന്ന്. കാരണം ഭൂമി ഉണ്ടാക്കപ്പെട്ടതല്ല. ഇതിന് ഞാൻ പറയണത് പരിണാമം എന്ന്. ആരും ഉണ്ടാക്കിയിട്ടില്ല. ഈ പരിണാമം എന്തുവാ? ഞാൻ ഇപ്പോൾ പറഞ്ഞു, നമുക്ക് 6 അറിവുണ്ട്. 6 അറിവ് ഉപയോഗിക്കാത്ത ഞാനാ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് വെച്ചോ. എങ്ങനെ മനസ്സിലാവും ഇനി അങ്ങോട്ടുള്ള തലം? 6-നപ്പുറത്തൊരു തലമുണ്ട്, 7-ാം അറിവ്. അവർക്കിത് മനസ്സിലാവും. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് വിട്ടൊരു ലോകമുണ്ട്, നിങ്ങൾക്കറിയാമോ? ഇല്ല. ഏതാണ്? നമ്മുടെ വിട്ട് ഈ ശരീരം നിങ്ങൾ തന്നെ ചോദിച്ചു, ഇന്ത്യയാണല്ലോ ലോകമുണ്ട്. അതിന് ഇന്നറായിട്ടാണ് പോകുന്നത്, ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ എത്ര ഉള്ളിലേക്ക് പോകുന്നു തിരിച്ച് അത്രയും വെളിയിലേക്ക് വരാൻ ശ്രമിക്കും. ഈ പ്രകൃതിയുടെ മിനിയേച്ചറായത്, വേറെ മാറ്റമൊന്നുമില്ല. ഇതിന് കോടാനുകോടി സെല്ലുകൾ ഇരിക്കുന്ന പോലെ കോടാനുകോടി ജീവജാലങ്ങളെ നമ്മൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഇതാരാ അതിൻ്റെ ക്രിയേഷൻ? ഞാൻ തന്നെയാ. ഭൂമി എന്തിനാ? എനിക്കാ. നിങ്ങൾ ഭൂമി വന്നപ്പോഴല്ലേ നിങ്ങൾ ഭൂമി കണ്ടേ? നിങ്ങൾ പോകുമ്പോൾ ഇനി ഭൂമി ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഉറപ്പ്? അതിൻ്റെ മായ. ഈ ഭൂമിയെ ഉണ്ടാക്കിയത് ഞാനാ, ഈ ഭൂമിയിൽ വസിക്കുന്നത് ഞാനാ. പോകുമ്പോൾ ഈ ഭൂമിയെ ഞാനോ എന്നോട് കൊണ്ടുപോകുന്നു. കാരണം എനിക്കിനൊരു ഭൂമിയില്ല. ഇത് ഓരോ ജീവാത്മാവും മനസ്സിലാക്കേണ്ട കാര്യം. അതെ, ഓരോ ജീവാത്മാവിനും ഒരു ഭൂമിയാ. നമ്മൾ കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് നമുക്കൊരു ഓറ ഇട്ടിരിക്കണം, മുട്ട പോലെ ഇരിക്കും. അതാ നമ്മുടെ ഭൂമി, അല്ല ഇതല്ല. ഇത് സൃഷ്ടിക്കപ്പെട്ടത് നമ്മളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒരു പ്രകൃതിയെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ ഞാൻ മായ എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ നിൽക്കരുത്. അപ്പം നമുക്ക് ഈ ലോകത്തെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ലോകമെന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ മനുഷ്യനിർമ്മിതം എന്ന് പറയാം, മനോനിർമ്മിതം പറയുന്നുണ്ടോ? ഇത് മനസ്സിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വിട്ട് നമ്മൾ അന്തർയാമിയായ ഒരു ലോകത്തിൽ, എല്ലാവരും പറയും നമ്മുടെ ഉള്ളിലുണ്ടൊരു ശമ്പാല, പുറത്തൊരു ശമ്പാലയുണ്ട്, അതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. ആ ഒരു ലയം, അതിനെ ഞാൻ പ്രകാശ ഒളി ഉടമ്പെന്ന് പറയും. നമുക്ക് നമ്മുടെ ആത്മസ്വരൂപത്തെ പ്രകാശരൂപമായി മാറ്റാൻ പഠിക്കണം. മാറ്റാൻ പഠിച്ചാൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്കൊരു യാത്ര, ആ ലോകത്തേക്ക് കടന്നിരിക്കാൻ പഠിച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് കാണുന്നവർക്ക് മാത്രമേ ഈ ലോകം എന്തെന്ന് മനസ്സിലാവൂ, ഇതെങ്ങനെ ഉണ്ടായെന്ന്. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത്. കാരണം നമ്മളത് ഇട്ടുകൊടുത്താൽ ഇത് ഈ ചുരണ്ടി നോക്കും, ഇങ്ങനെ വിമർശത്തിന് പോകും, തർക്കത്തിന് പോകും. അത് കാരണം അത് ആർക്കും മനസ്സിലാകാത്ത ഒന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് എങ്ങനെയാ ഒരു സൗണ്ട് ഉണ്ടായേ പ്രകൃതിയിലെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അത് അനുഭവിക്കുന്നവർക്കറിയാം. അനുഭവിക്കാനുള്ള വഴി മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ശരി.